may differ from the other aircrafts, we ask for your full attention to cabin members in front view. This is a seat belt to fasten and set up dip in the buckle and tighten by pulling the strap. To open the belt, lift the flap and pull the ends apart. If there is a loss of cabin pressure, oxygen mask will deploy. 2020 ജൂൺ മാസം വെക്കേഷൻ കഴിഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഇത് 9:15 ഫ്ലൈറ്റ് ആയിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് 7 മണിയൊക്കെ ആയപ്പോൾ എയർപോർട്ടിലെത്തി. അങ്ങനെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ സീറ്റ് എടുത്തിട്ടില്ലായിരുന്നു, സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് മുമ്പിൽ തന്നെ സീറ്റ് കിട്ടി. അങ്ങനെ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഓൾറെഡി ഫ്ലൈറ്റ് എടുത്ത് അത്ര വലിയ ഓവർലി ബുക്ക്ഡ് ആയിരുന്നില്ല. അങ്ങനെ കണ്ണൂരിലെ ആ പച്ചപ്പ് വിരിച്ച കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഒരു 9 മണി കഴിഞ്ഞപ്പോൾ തന്നെ ടേക്ക് ഓഫ് ചെയ്തു. നല്ല വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. അതായത് മലനിരകളൊക്കെ നിറഞ്ഞ നല്ല അതിമനോഹരമായ സ്ഥലം. അങ്ങനെ ഫ്ലൈറ്റ് പറന്നു വരുന്നു. ഒരു കണ്ണൂരിൽ നിന്ന് മസ്കറ്റിലോട്ടേക്ക് 3 hours 20 minutes ആണ് സാധാരണ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ണൂരിൽ നിന്ന് ചിലപ്പം 3 hour കൊണ്ട് തന്നെ എയർപോർട്ടിൽ വേറെ എല്ലാം ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ 3 മണിക്കൂർ കൊണ്ട് തന്നെ ലാൻഡ് ചെയ്യും. അപ്പം ഇവിടെ കണ്ണൂരിലെ മനോഹരമായ എയർപോർട്ടാണ്. കാരണം മൺസൂൺ കാലമാണ്, മഴ തുടങ്ങിയിട്ടില്ല. നല്ല വ്യൂ ആണ്. പറന്നു വരുന്നപ്പോൾ ഉള്ള മലനിരകളും പച്ചപ്പും വീടുകളൊക്കെ ചെറുതായിട്ട് കാണുന്നതൊക്കെ അതിമനോഹരമായിട്ട് ഉണ്ട്. അപ്പം അങ്ങനെ വിൻഡോ സീറ്റിൽ തന്നെ കിട്ടിയതുകൊണ്ട് നന്നായിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റി. നല്ല ക്ലിയർ സ്കൈ ആണ്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പറന്നു വരുന്നു. പിന്നെ മേഘത്തിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ അധികം എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിരുന്ന സൈഡിൽ രാവിലെ ആയതുകൊണ്ട് ആ സൈഡാണ് സൂര്യൻ ഉദിച്ച് വരുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞ് പിന്നെ വിൻഡോ താഴ്ത്തി ഇടയ്ക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ ആ സമയം രാവിലെ എത്തി 6:30 ഇറങ്ങിയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം ഒമാൻ്റെ തീരത്ത് എത്തി. പിന്നെ ഒമാൻ്റെ എത്തിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു കളർ വ്യത്യാസം കാണാൻ പച്ചപ്പൊന്നുമില്ലാതെ. പിന്നെ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങൾ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു 11 മണി ഒമാൻ ടൈം 11 മണിയായപ്പോൾ അവിടെ എത്തി. യാത്രയൊക്കെ നല്ലതായിരുന്നു. അപ്പം ഇനിയിപ്പം ഒമാനിലെത്തിയപ്പോൾ നല്ല ചൂടായിരുന്നു. ഏകദേശം 39-40 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നു ചൂട്. അങ്ങനെ എയർപോർട്ടിൽ വന്നു. അവിടുന്ന് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു 3/4 മണിക്കൂർ എടുക്കും. ലാസ്റ്റ് പിന്നെ ബാഗേജ് ക്ലെയിമിലും പോയി ബാഗൊക്കെ റിസീവ് ചെയ്യുമ്പോൾ അത്ര